നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന് പല മനുഷ്യരും വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. പല മനുഷ്യരും ക്യാമ്പിൽ കഴിയുന്ന സാഹചര്യമാണ്. പല മനുഷ്യരും പലതരത്തിലുള്ള പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന നിമിഷമാണിത്. എന്നാൽ CPI കൊട്ടാരക്കരയിലെ വലിയൊരു നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മലബാറിലുള്ളവർ തലസ്ഥാനത്ത് വന്ന് തിന്നും കുടിച്ചും മുടിച്ചും മടങ്ങുന്നു. ഇവന്റെ തന്തയുടെ വകയാണോ കേരളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം? അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കോഴിക്കോടും കാസർഗോഡും അതുപോലെ മലപ്പുറത്തുള്ളവരുമെല്ലാം ട്രിവാൻഡ്രത്ത് വന്ന് കുത്തിക്കിടക്കുന്നു എന്നാണ്. ഇവന്റെ പൈസക്കാണോ അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നത്? ഇവന്റെ ചെലവിലാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും CPI നേതാക്കളുടെ ചെലവിലാണോ ഈ പറഞ്ഞ മലപ്പുറത്തുള്ളവരും കാസർഗോഡുള്ളവരും കോഴിക്കോടുള്ളവരും ജീവിക്കുന്നത്? ഇവന്റെയൊക്കെ ചെലവിലാണോ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലും രേഖപ്പെടുത്തണ്ട, ഒരു മൊട്ടയ്ക്കും രേഖപ്പെടുത്തണ്ട, ഒരു TV ചാനലും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ ചാനലും ഇതിനെപ്പറ്റി ചർച്ചയും ചെയ്യണ്ട അല്ലേ? പിന്നെ നിന്റെയൊക്കെ ഒരു പഴയ മേയറുണ്ടല്ലോ ആര്യ, ഇന്നലെ വന്ന് വലിയ പ്രസ്താവനയൊക്കെ നടത്തിയായിരുന്നു. മനുഷ്യത്വം കാണിക്കണം, KSRTCയിൽ തുല്യമാക്കണം, മനുഷ്യത്വത്തിനെ പറ്റി വലുതായിട്ട് കോരെ പ്രസംഗിച്ചു. എന്നാൽ ഈ 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട KSRTC ജീവനക്കാരനെ വഴിയിൽ തെരഞ്ഞുകൊണ്ട് റോഡ് ഷോ കാണിച്ചുകൊണ്ട് മോശമായിട്ട് അവനെ ചിത്രീകരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജോലി കളഞ്ഞവളല്ലേ ഈ പറഞ്ഞ ആര്യ? 2018 പ്രളയം വന്നിരുന്നു. അന്ന് ഈ പറഞ്ഞ UDF സർക്കാർ പ്രതിപക്ഷമായിരുന്നു. അന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് നേരിട്ടത് ഈ പറഞ്ഞ പ്രളയത്തെ. എന്നാൽ UDF സർക്കാർ ഭരണപക്ഷമായപ്പോൾ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും രൂക്ഷ വിമർശനങ്ങളും കൊണ്ട് നടക്കുന്നു കമ്മികൾ അല്ലേ? ഇവിടെ VD സതീശൻ എന്ന മനുഷ്യൻ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളും ഒരു ചാനലും രേഖപ്പെടുത്തില്ല. ഓരോ മനുഷ്യനോടുള്ള സമീപനം, സ്നേഹം, ഓരോ മനുഷ്യനോടുള്ള പെരുമാറ്റം, ഇതൊന്നും ഒരു ചാനലും രേഖപ്പെടുത്തില്ല. എന്നാൽ നിങ്ങൾക്കും 10 വർഷക്കാലത്തോളം ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ അടുത്ത് പോയിട്ടുണ്ടോ? ഏതെങ്കിലും സാധാരണക്കാരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഒരു ബസ്സിലെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഒരു ചാനലും രേഖപ്പെടുത്തില്ല. ഇവിടെ 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിരുന്നല്ലോ. ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസ് തുറന്നിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സാധാരണക്കാരന് പരാതിയുമായി കയറി ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? എന്നാൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രി വന്നപ്പോഴല്ലേ ഏതു പാവങ്ങൾക്കും ഏതു മന്ത്രിയുടെ അടുത്തും ചെല്ലാം, ഏത് സാധാരണക്കാരന് പരാതിയുമായിട്ട് അടുത്ത് ചെല്ലാം. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞില്ല, മുഖ്യമന്ത്രി വാഹനത്തിൽ കടന്നു പോകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന്. എന്നാൽ ഈ 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് എത്ര പരിചാരകരായിരുന്നു നിങ്ങൾക്ക്? എത്ര വാഹന വ്യൂഹങ്ങളായിരുന്നു നിങ്ങൾക്ക്? എത്ര പാവപ്പെട്ട മനുഷ്യരാണ് 1 മണിക്കൂർ 2 മണിക്കൂറും നിങ്ങൾ പോകുന്നത് വരെ കാത്തിരുന്നത്? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ? എന്നാൽ നിങ്ങൾ പ്രതിപക്ഷമായപ്പോൾ സാറിന് കാറും വേണ്ട, ഒന്നും വേണ്ട, നടന്നു നീങ്ങും. പണ്ടുള്ളവർ ഒരു ഡയലോഗ് പറയും, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ചോരയുള്ള മക്കളെ, നമ്മളൊന്ന് ചേരണം.